ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. 2012 ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എങ്ങനെയാ പ്രൈസ്? നമുക്ക് 99,000 രൂപ കൊടുക്കാം. 99 രൂപ. ആ, വളരെ വില കുറച്ചൊക്കെ 800ന്റെ വിലക്ക് കൊടുക്കാം. ഓൾട്ടോ എത്ര രൂപ കൊടുക്കാം നമുക്ക്? വെറും 55,000 രൂപ കൊടുക്കാം. 55,000. ഓൾട്ടോ LXi 69 കൊടുക്കാം. വെറും 69,000 LXi വണ്ടിയാണ്. അതെ. എങ്ങനെയാ നമുക്ക് 1,35,000 രൂപ കൊടുക്കാം. 2014 കേട്ടനാണ്. 2014 VXi ആണ്. VXi കേട്ടനാണ്. ഫുൾ ലോണും കൊടുക്കാം. ഒരു പ്രൈസ് 89,000 രൂപ കൊടുക്കാം. വാഗണർ ആണ്. 2000 നമുക്ക് ഇതൊരു 69,000 രൂപ ഫൈനൽ കൊടുക്കാം. 2009 ആണ്. സാൻഡ്രോസിംഗ് എങ്ങനെയാ പ്രൈസ്? സാൻഡ്രോസിംഗ് നമുക്ക് ഫൈനൽ 75,000 രൂപ കൊടുക്കാം. 2000 ഡസ്റ്റർ 2013 നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 4 ബ്രാൻഡ് ന്യൂ ടയർ, പവർ സ്റ്റിയറിംഗ്, AC, 4 ഡോർ, പവർ വിൻഡോ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെസ്റ്റ് ചോയ്സിലാണ്. അപ്പം ഇവിടെ വീണ്ടും സ്റ്റോക്ക് മാറി ബഡ്ജറ്റ് കാറുകൾ ഇഷ്ടംമാതിരി കാറുകൾ വന്നിട്ടുണ്ട്. ലോ ബഡ്ജറ്റ് കാറുകളുടെ വമ്പൻ കളക്ഷൻ തന്നെ പറയാം. ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ലൊക്കേഷൻ തിരുവനന്തപുരം കാട്ടാക്കട കിള്ളി. നമ്മളോട് മുതലാളിയുണ്ട് ജെറിൻ ബ്രോ. വീഡിയോയോട് സ്വാഗതം. ആടി സെയിലാണല്ലേ? ആടി സെയിലാണ്. വണ്ടികൾ അത്യാവശ്യം ഓഫർ പ്രൈസിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓണത്തിന് ഓഫർ കാണുമല്ലോ? അതിന് മുന്നേ നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസും കൂടെ പുതിയ പഴയ സ്റ്റോക്കുകൾ ക്ലിയർ ചെയ്യണം. അപ്പം മാക്സിമം വില കുറച്ച് കൊടുക്കുന്നതാണ് പുള്ളി പറയുന്നത്. അപ്പം ലോൺ 2010 മുതൽ. ഓക്കെ. പിന്നെ അതുപോലെ ഇവിടെ RT വർക്കൊക്കെ ചെയ്യുന്നുണ്ടോ? വണ്ടി റീടെസ്റ്റ്, അതേമാതിരി പേര് മാറൽ, ഇൻഷുറൻസ് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവർ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നേരെ നമുക്ക് ജെറിൻ ബ്രോ ഫസ്റ്റ് നമുക്കൊരു ഓൾട്ടോ ഓഫർ കൊടുക്കാം അല്ലേ? അതെ, ഓഫറിൽ കൊടുക്കാൻ പറ്റും. അതെ അതെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? 2007 ആണ്. AC മാത്രം വരുന്ന ടൈപ്പാണ്. 27 6 മാസം വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. 27 പേപ്പർ ഉണ്ട്. LX അല്ലേ? അതെ. ഓഫർ പ്രൈസിൽ നമുക്ക് വളരെ റേറ്റ് കുറച്ച് കൊടുക്കാം. ടയർ കണ്ടീഷൻ കൊള്ളാം, അപ്പോഴ്സറി കൊള്ളാം, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? നീറ്റാണ്. മെക്കാനിക് സൈഡൊന്നും കുഴപ്പമില്ല. AC എല്ലാം വർക്കിംഗ് ആണ്. ഫാമിലി യൂസ് വണ്ടിയായിരുന്നു. ഫാമിലി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടി തന്നെ. വളരെ വില കുറച്ചൊക്കെ 800ന്റെ വിലക്ക് കൊടുക്കാം. ഓൾട്ടോ എത്ര രൂപ കൊടുക്കാം നമുക്ക്? വെറും 55,000 രൂപ കൊടുക്കാം. 55,000 കൊടുക്കാം. 2007 ഓൾട്ടോ 55,000 രൂപ. ഓക്കെ. അപ്പം അടുത്ത് ഓൾട്ടോ തന്നെയാണ്. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2009 ആണ്. ഇത് ഓഫറാണോ? ഓഫർ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. വളരെ വില കുറച്ച് നമ്മുടെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. 2009 ആണ്. LXi ആണ്. പവർ സ്റ്റിയറിംഗ്, AC വരുന്ന വണ്ടിയാണ്. അപ്പോഴ്സറി കാര്യങ്ങൾ, ബോഡി ക്വാളിറ്റി അത്യാവശ്യം ഓക്കെയാണ് വണ്ടി. ഒരു പവറിന്റെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 ഡോർ പവർ വിൻഡോ. പിന്നെ ഇതൊരു കസ്റ്റമർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. നോക്കുന്ന ഒരു കസ്റ്റമറിന് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. അതെ. ടയർ കണ്ടീഷനും നല്ല കണ്ടീഷൻ ഉണ്ടല്ലോ. ഓടിക്കാൻ പറ്റിയ വണ്ടി. ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കൊള്ളാം. സർവീസ് എടുത്താൽ മതി. സർവീസ് ചെയ്ത് നമ്മൾ കൊടുക്കും. സർവീസ് ചെയ്ത് പേര് മാറി കൊടുക്കാം. ക്ലിയർ ആയി കൊടുക്കാം. എങ്ങനെയാ പ്രൈസ്? 69,000 രൂപ കൊടുക്കാം. 69 രൂപ. 2009 ഓൾട്ടോ LXi 69 രൂപ കൊടുക്കാം. വെറും 69,000 LXi വണ്ടിയാണ്. അതെ. ഓക്കെ. അപ്പോൾ അടുത്ത ഓഫർ തന്നെയാണ് ഓൾട്ടോ കേട്ടൺ. ഓഫറിലാണ്. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2014 കേട്ടനാണ്. ഓക്കെ. 14 കേട്ടൺ. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. കിലോമീറ്റർ ഏകദേശം 85,000 കിലോമീറ്റർ ഓടി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. VXi വണ്ടിയാണ്. VXi കേട്ടൺ. ഓൾട്ടോ കേട്ടൺ VXi ആണല്ലേ? ഓക്കെ. ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്ലൈറ്റ് ഡാമേജ് ഉണ്ട്. അഡീഷണൽ ആയിട്ട് പാനൽ വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. 2 ഡോർ പവറിൻ്റെ AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ടല്ലേ? അതെ. എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്. വണ്ടി നീറ്റാണ്. കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ടൊരു ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം. എങ്ങനെയാ നമുക്ക് 1,35,000 രൂപ കൊടുക്കാം. 2014 കേട്ടനാണ്. 2014 VXi ആണ്. VXi കേട്ടനാണ്. ഫുൾ ലോണും കൊടുക്കാം. 1 രൂപ പോലും വേണ്ട ഈ വണ്ടിക്ക്. 0 ഡൗൺ പേയ്മെന്റ്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് സാൻഡ്രോ. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? സാൻഡ്രോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മെക്കാനിക് സൈഡ് ആയാലും ട്രിവാൻഡ്രം വണ്ടി, ഫാൻസി നമ്പർ, ടയർ കണ്ടീഷൻ, നീറ്റ് വണ്ടി. പവർ സ്റ്റിയറിംഗ്, AC വരുന്നുണ്ട്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അപ്പോഴ്സറി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എഞ്ചിന്റെ കണ്ടീഷൻ അല്ല. 4 ടയറും പുതിയതാണ്. മെക്കാനിക്കലി പെർഫെക്റ്റ് ആണ് വണ്ടി ഓടിക്കാനൊക്കെ. സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് സീറ്റ് ഇരിപ്പുണ്ട്. 2 ഡോർ പവറിന്റെ AC, പവർ സ്റ്റിയറിംഗ് അല്ലേ? അതെ. എല്ലാം വർക്കിംഗ് ആണോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ്? ഇതൊരു 69,000 രൂപ കൊടുക്കാം ഫൈനൽ. 69 രൂപ. 2006 സാൻഡ്രോ ഓഫർ പ്രൈസ് 69 രൂപ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടോ 2009 ആണ്. 2009 ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സ്റ്റാൻഡേർഡ് ആണ്. സ്റ്റാൻഡേർഡ്. AC ഒന്നും വരുന്നില്ല? ഇല്ല. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ല. ഓടിക്കാനൊക്കെ പക്കയാണ് വണ്ടി. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. ചെറിയ ഡെന്റ് ഇവിടെ കാണുന്നുണ്ട്. ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. 29 പേപ്പർ ഉണ്ടല്ലേ? അതെ. സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. AC വരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ അതിൻ്റെ പ്രൈസ്? നമുക്കിതൊരു 69,000 രൂപ ഫൈനൽ കൊടുക്കാം. 2009 ആണ്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ ആണല്ലോ? ആണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് സാൻഡ്രോ. 2007 ആണ്. സെക്കൻഡ് ഓണർ. ഓക്കെ. പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്ന വണ്ടിയാണ്.
അതായത് 27 പേപ്പർ ഉണ്ടല്ലേ? അതെ. സാൻട്രോ സിംഗ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, മെക്കാനിക് സൈഡ് എല്ലാം നീറ്റാണ് വണ്ടി. ഓക്കെ. എയർ കണ്ടീഷൻ അത്യാവശ്യം ഓടാറുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഫ്രണ്ടിൽ പുത്തൻ ടയർ കിടപ്പുണ്ടല്ലേ? ആ, ഫ്രണ്ട് പുത്തൻ ടയർ കിടപ്പുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ പക്കാണല്ലോ, കുഴപ്പമില്ലല്ലോ? നീറ്റാണ്. ഓക്കെ. സീറ്റ് വർക്ക് നീറ്റ് ആയിരിക്കും കേട്ടോ. അതിനകത്ത് AC പോസ്റ്ററും 2 ഡോർ പവർ ഉണ്ട് അല്ലേ? അതെ. അപ്പം സാൻട്രോ സിംഗ് എങ്ങനെയാണ് പ്രൈസ്? സാൻട്രോ സിംഗ് നമുക്ക് ഫൈനലി 75,000 രൂപ കൊടുക്കാം. 2007 വണ്ടിയാണ്. നല്ല ക്വാളിറ്റിയുള്ള പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്ന വണ്ടി. എല്ലാം വർക്കിംഗ് ആണ്? എല്ലാം വർക്കിംഗ് ആണ്. നെക്സ്റ്റ് വാഗണർ എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2007 ആണ്, 3rd ഓണറാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നുണ്ട്. 27 പേപ്പർ 27 ലാസ്റ്റ് വരെ പേപ്പർ ഉള്ള വണ്ടി. ഒരു വെറൈറ്റി കളറല്ലേ? വെറൈറ്റി കളറുമാണ്. മെക്കാനിക് കണ്ടീഷൻ കൊള്ളാം. ഓക്കെ. വണ്ടി ഒരു വാഗണർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളവർക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ എടുക്കാം. ഓക്കെ. വണ്ടി വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ? ഒരു വിഷയമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്, 60% ടയർ ഉണ്ട് കേട്ടോ. AC ഒക്കെ വർക്കിംഗ് ആണോ ബ്രോ? AC എല്ലാം വർക്കിംഗ് ആണ്. ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് ഫാബ്രിക് ആണ്, അത് കുഴപ്പമില്ല. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. വണ്ടി ബോഡി ക്വാളിറ്റി ഉണ്ട്. വണ്ടി ഒന്ന് വാഷ് ചെയ്യേണ്ട കാര്യമുള്ളൂ. വണ്ടി ഇപ്പൊ ഇങ്ങനെ നിൽക്കണം, നല്ല വൃത്തിയുണ്ട്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണല്ലോ? നീറ്റാണ്. എങ്ങനെയാ പ്രൈസ്? 89,000 രൂപ കൊടുക്കാം. വാഗണർ ആണ്, 2007 വണ്ടിയാണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എസ്റ്റിലോ? 2007 എസ്റ്റിലാണ്. LXi ആണ്. പവർ സ്റ്റിയറിംഗ്, AC, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടിയാണ്. ഓക്കെ. വണ്ടി കൊള്ളാം, നല്ല നീറ്റാണ്. ഒരു ഫാമിലി യൂസ് ആണ്. നമ്മുടെ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു വിഷയമില്ല. ഓക്കെ. ടയർ കണ്ടീഷൻ കൊള്ളാം. വണ്ടി ഓവറോൾ ബോഡി കണ്ടീഷൻ നീറ്റ് ആയിരിപ്പുണ്ട്. ഓക്കെ. ഓക്കെ. ഇന്റീരിയർ കണ്ടീഷൻ, സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് AC പോസ്റ്റിംഗ്, 2 ഡോർ പവർ ഉണ്ട് അല്ലേ? അതെ. LXi വാഗണർ, LXi എസ്റ്റിലോ? അതെ. അപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു? 69,000 രൂപ കൊടുക്കാം. 2007 ആണ്. ഓക്കെ. 27 വരെ പേപ്പർ ഉള്ള വണ്ടി. AC എല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി ഡസ്റ്റർ. 2013 നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 4 ബ്രാൻഡ് ന്യൂ ടയർ, പവർ സ്റ്റിയറിംഗ്, AC, 4 ഡോർ പവർ വിൻഡോ. പുത്തൻ ടയർ ഉണ്ടല്ലോ 4. വണ്ടി ഷോറൂം കണ്ടീഷൻ ആയിട്ട് കിടപ്പുണ്ട്. നീറ്റ് ആണല്ലോ, സ്ക്രാച്ച് ഇടേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അലോയ്സ് വരുന്നുണ്ട്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. ഇതൊന്ന് പൊടി വീണ് കിടക്കുന്നതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മതി. ഓക്കെ. ഓവറോൾ ഗുഡ് കണ്ടില്ലേ വണ്ടി? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു വിഷയമില്ല. വേറെ എവിടെ നിന്ന് വേണോ വന്നെടുത്ത് പോകാം, എവിടെ വേണോ ഓടാം, അത്രയും കണ്ടീഷനാണ് വണ്ടി. ഓക്കെ. ആൻഡ്രോയിഡ് 0 ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഡസ്റ്റർ നല്ല കണ്ടീഷൻ വണ്ടി. നല്ല കണ്ടീഷൻ വണ്ടി. അത്യാവശ്യം ലോങ് ഒക്കെ ഓടിക്കാൻ പറ്റിയ വണ്ടി, ധൈര്യമായിട്ട് ഓടാം. ഓക്കെ. ഡസ്റ്റർ മൈലേജ് എങ്ങനെ ഒരു ഡീസൽ ആകുമ്പോൾ? ഒരു 15 കൺഫേം കിട്ടുമല്ലേ? അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? ഒരു 3,75,000 രൂപ കൊടുക്കാം. 3,75. ആ. ഓക്കെ. ലോൺ കയറുമല്ലോ? ലോൺ കിട്ടും. 3,000 രൂപ വരെ ലോണും കിട്ടും. മൂന്നൊക്കെ കൺഫേം ആണ്. പ്രൊഫൈൽ കസ്റ്റമർക്ക് അല്പം കൂടി മാറി കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഡിസയർ ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ്. 2012 ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 73,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. അലോയ്സ് ഒക്കെ അഡീഷണൽ ഉണ്ട്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട്. ട്രിവാൻഡ്രം വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഓക്കെ. 12 ആണ്. KLS ട്രിവാൻഡ്രം വണ്ടി, ഓട്ടോമാറ്റിക്. സർവീസ് കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ് ആണ്. ഓക്കെ. 73,000 ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഓക്കെ. ഇൻബിൽറ്റ് ആൻഡ്രോയിഡ് 0 ചെയ്തിട്ടുണ്ട്. 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണിത്. ഓക്കെ. ഏകദേശം 2 രൂപയ്ക്ക് മേളിൽ ലോൺ വരെ കിട്ടും. നമുക്കിതൊരു 2,99 കിട്ടിയ ഫൈനൽ കൊടുക്കാം. ഓട്ടോമാറ്റിക് അല്ലേ? 2 ലോണും കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടോ ബ്ലാക്ക്. ഓൾട്ടോ ബ്ലാക്ക് 2008 ആണ്. 28 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. സെക്കൻഡ് ഓണറേ ആയിട്ടുള്ളൂ. 28 12 മാസം വരെ പേപ്പർ ഉണ്ട്. 28 അവസാനം വരെ ഉണ്ടല്ലേ? നീറ്റ് ആണ് വണ്ടി, നീറ്റ്. ടയർ 4 പുത്തൻ ടയർ ഉണ്ട് കേട്ടോ. ടയർ മാത്രമല്ല, മെക്കാനിക് സൈഡ് കൊള്ളാം. AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് ആണ്. LXi വണ്ടി, അപ്പോഴ്സറി ഓക്കെ ആണ്. പക്ഷേ നീറ്റ് വണ്ടിയല്ലേ? അതെ. കണ്ടിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു വിഷയമില്ല. ഇന്റീരിയർ കണ്ടീഷൻ നീറ്റ് കേട്ടോ. സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വൃത്തി ഇരിപ്പുണ്ട് കേട്ടോ. സ്റ്റീരിയോ ഇരിപ്പുണ്ട്. പക്ഷെ നല്ല വണ്ടിയല്ലേ, കാണാൻ നല്ല വൃത്തിയുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ ഓക്കെ ആണല്ലോ? എല്ലാം പക്കയാണ്. അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? KLS ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വണ്ടി. ട്രിവാൻഡ്രം വണ്ടിയാണ്. എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 99,000 രൂപ കൊടുക്കാം. 99 രൂപ. അപ്പോൾ നെക്സ്റ്റ് ബീറ്റ് 2012 ആണ്. സിംഗിൾ ഓണർ ആണ്. വെറും 71,000 കിലോമീറ്റർ ഓടി. ഡീസലോ പെട്രോളാ? ഡീസൽ വണ്ടി. സീരിയസ് ആയിട്ടാണ്. സിംഗിൾ ഓണർ. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നീറ്റ് ആണ് വണ്ടി. ടയർ കണ്ടീഷൻ ബീറ്റ് ഇങ്ങനെ കിട്ടാൻ പാടല്ലേ? വളരെ റെയർ ആണ് ഇങ്ങനെ കിട്ടാൻ. 4 ടയർ പുത്തൻ ടയർ ഉണ്ട്. അലോയ്സ് ഉണ്ട്. KLS 1 വണ്ടി, അലോയ്സ് ഉണ്ട്. ടയറൊക്കെ 4 പുത്തൻ ടയർ. അലോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ.
വെറും 71,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. അപ്പോൾ ബീറ്റ് നോക്കുന്നവർക്ക് നല്ലൊരു ഇതാണ് കേട്ടോ. നല്ല വണ്ടി നീറ്റായിട്ട് പോകണ്ട, ബോഡിയൊക്കെ നീറ്റാണ്, സ്ക്രാച്ച് ഉള്ള കാര്യങ്ങളൊന്നും. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, വണ്ടി കണ്ട ഇന്റീരിയർ ഒക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമോ? ക്ലീൻ കണ്ടീഷൻ കേട്ടോ വണ്ടി. ബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, എയർ ബാഗ്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? LT ഫുൾ ഓപ്ഷൻ. പവറിൻ്റെ പോസ്റ്റിംഗ് കാര്യം എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പം ബീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക്, ബീറ്റ് നോക്കുന്നവർക്ക് വേണമെങ്കിൽ എടുക്കാം. നല്ല മൈലേജും കിട്ടും. കിലോമീറ്റർ അത് ഒരു ഓട്ടോ അല്ലല്ലോ ഇടുന്നത്. ജെനുവിനാണത്. എങ്ങനെയാണ് പ്രൈസ്? 1,25,000 രൂപ ഫൈനൽ കൊടുക്കാം. ലോൺ കയറുമോ? ലോൺ കിട്ടൂല, റെഡി എടുക്കണം.